നീറ്റ് പേപ്പർ ചോർച്ചയ്ക്കെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പാറ്റ പാർട്ടി അല്ലെങ്കിൽ പാറ്റ സംഘടനയുടെ പ്രതിഷേധം കണ്ടതാണ്. അപ്പോൾ ആ ഒരു പ്രതിഷേധത്തിലെ മലയാള മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയൊരു കാര്യമുണ്ട്. ഈ ജെൻസികൾക്കിടയിൽ ഒരു 50ഉം 60കാരനും ഉണ്ട്. ജെൻസികളാണല്ലോ പാറ്റ പാർട്ടിയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഉമർ ഖാലിദിന് എന്താണ് ഈ പാർട്ടിയുടെ ഈ ഒരു സംഘർഷത്തിൽ അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ കാര്യം? അങ്ങനെ ചോദിക്കുമ്പോൾ 50കാരൻ്റെ പ്രതികരണമാണ് വ്യത്യസ്തമാകുന്നത്. സാർ ഈ വീഡിയോ കണ്ടില്ലേ? കണ്ടു. അതെന്ന് പറഞ്ഞാൽ ഈ ജെൻസി എന്നൊക്കെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ പുറകിലുള്ളത് ജെൻസികളൊന്നുമല്ല. 60 വയസ്സായ ജെൻസിയും 50 വയസ്സായ ജെൻസി 70 വയസ്സായ ജെൻസിയൊക്കെയാണ്. ഇത് ഫോറിൻ ഫണ്ടഡാണ്. ഇപ്പോൾ ഭാരതത്തിനെ അസ്ഥിരപ്പെടുത്താനായിട്ട് നടക്കുന്ന ദീർഘകാലമായിട്ട് നടക്കുന്ന ഫോറിൻ ഫണ്ടഡ് ഏജൻസികളുടെ കൈക്കോടാലികൾ അവരെല്ലാവരും. അപ്പം അതുകൊണ്ട് ഭാരതത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കാനും അസ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ പരീക്ഷിച്ച് നോക്കും. കുറേ പരീക്ഷണങ്ങൾ നടത്തിയല്ലോ. JNUവിൽ പരീക്ഷിച്ചു, അതുപോലെ CIA സമരത്തിൻ്റെ പരീക്ഷിച്ചു, കർഷക സമര കാലത്ത് പരീക്ഷിച്ചു, കർഷക ബില്ലിനെതിരെയുള്ളതിൽ പരീക്ഷിച്ചു. അങ്ങനെ എപ്പോഴും എന്തെങ്കിലും കലാപങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികളാണ് അവർ. അപ്പം അതുകൊണ്ട് ഇവരുടെ ഉദ്ദേശമൊന്നും നല്ല ഉദ്ദേശമല്ല. ഇതെല്ലാം രാജ്യത്തിനെ എതിർക്കുന്ന ശക്തികളുടെ ഏജൻസികളായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇവർ. സാർ, ഈ പാറ്റ പാർട്ടിയുടെ ഏറ്റവും വലിയ അപകടമായിട്ട് തോന്നിയതും ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ എന്തിനാണ് ഇയാളുടെ പേര് പരാമർശിക്കുന്നത്, ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്തിനാണ് ഉമർ ഖാലിദിൻ്റെ പേര് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ലോഗൻ ഇവിടെ ആവശ്യപ്പെടുന്നത്? നിങ്ങളുടെ ആവശ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പോകണം, അല്ലെങ്കിൽ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച, ഇതാണ് പ്രശ്നം. പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ റിട്ടേൺ മറുപടി പറയുന്നത് നിന്നെ അയാൾ റേപ്പ് ചെയ്തു, നിനക്കെന്താ പ്രശ്നം, ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഇതാണ് അവരുടെ ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞ ഈ അരഗൻസാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ല അവർക്കൊരിക്കലും. കാരണം അവർക്ക് ലോജിക്കില്ല. ഇല്ലോജിക്കലായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് രാജ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾ മുഴുവൻ. രാജ്യവിരുദ്ധ ശക്തികൾ മുഴുവൻ ഇല്ലോജിക്കലാണ്. അതുകൊണ്ട് അവർ തോന്നിയത് വിളിച്ചു പറയുന്ന സമയത്ത് അവരുടെ ഈ മണ്ടത്തരത്തിന് അല്ലെങ്കിൽ അവർ കാണിക്കുന്ന രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്താൽ അവരുത്തരം ഇങ്ങനെയായിരിക്കും. ഉമർ ഖാലിദിന് അല്ലെങ്കിൽ ഇവിടെ എന്താ കാര്യമുള്ളത്? നീറ്റ് പരീക്ഷയുടെ പ്രശ്നം, ഇനി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, സമരം ചെയ്തോട്ടെ. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ അതൊരാവശ്യമാണെന്നുള്ള നിലയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഓക്കെ, ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനക്കാരത് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ശരി തെറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ അവിടെ ഉമർ ഖാലിദ് എന്താ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അകത്ത് കിടക്കുന്ന ആളാണ്. ഇവിടെ 10 വർഷം മുമ്പ് JNUവിൽ ഭാരത് തേരെ ടുക്കഡേ ഹോഗെ ഇൻഷാള്ള എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ച് ആസാദി വേണം, കേരളത്തിനും ആസാദി വേണം, തമിഴ്നാടിനും വേണം, ഡൽഹിക്കും വേണം. അപ്പോൾ എല്ലാവർക്കും ആസാദി കൊടുത്ത് ഈ രാജ്യമില്ലല്ലോ. പിന്നെ അങ്ങനത്തെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്ത സമരത്തിന് മുന്നിൽ നിന്ന ആളാണ്. കനയ്യകുമാറിൻ്റെ ഒപ്പം നിന്ന ആളാണ് ഈ ഉമർ ഖാലിദ് എന്ന് പറയുന്ന ആൾ. അവസാനം അതെവിടെ പോയി? കനയ്യകുമാർ അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ CPIയിൽ കണ്ടു, അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സിൽ കണ്ടു, പിന്നെ ഇപ്പോൾ അയാൾ എവിടെയെന്ന് അയക്കാൻ അറിയില്ല. അപ്പോൾ ഈ തരത്തിലുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കൊന്നും നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ കൂട്ടു നിൽക്കില്ല. തെറ്റായ പ്രവണതകൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഒരു ഫാൻസിയുടെ പേരിൽ കാണാൻ നിൽക്കും ആൾക്കാർ. കുറേ വിവരമില്ലാത്ത ആൾക്കാർ അതിൽ ചേരുകയും ചെയ്യും. അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ മറ്റെന്തെങ്കിലും ഇൻറ്റൻഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ഇത് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. പൈസ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിൻ്റെ പുറകിൽ. പൈസ ഉണ്ടാവുമെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. അതിൻ്റെ പുറകിൽ പണം ഉണ്ടെന്നുള്ളത്. കാരണം ഭാരതത്തിന് അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾ ട്രില്യൺസ് ഓഫ് ഡോളേഴ്സാണ് അതിന് വേണ്ടി ചിലവാക്കുന്നത്. അപ്പോൾ ആ പൈസ അവർക്ക് കിട്ടുന്നുണ്ടാവും ഏതെങ്കിലും രൂപത്തിൽ. അത് ഒരു വശമാണ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഭാരതത്തിലെ ജനത ഇത്തരം ആൾക്കാരുടെ കൂടെ നിൽക്കാറില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എമർജൻസി. ഇന്ദിരാഗാന്ധി ഫാസിസ്റ്റ് രൂപത്തിൽ എമർജൻസി നടപ്പാക്കി. പക്ഷേ പിന്നീട്
അവസരം കിട്ടിയപ്പോൾ, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അവസരം കിട്ടിയ സമയത്ത് അവരെ വലിച്ചെറിഞ്ഞു, അമ്മയും മകനെ. ആ ചരിത്രമാണ് ഭാരതത്തിലെ ജനങ്ങൾക്കുള്ളത്. പണ്ട് അവർ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരവില്ല. അതുകൊണ്ടാണ് നിന്നെ റേപ്പ് ചെയ്തതെന്ന് ചോദിക്കുന്നത്. അയാളുടെ മകളോ അല്ലെങ്കിൽ പേരക്കുട്ടിയാവാനുള്ള പ്രായമുള്ള ഒരു കുട്ടികളായി ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ എത്രത്തോളം അധപ്പതിച്ച അധമ്മന്മാരാണ് ഇവന്മാർ. പറഞ്ഞ ഈ ബംഗാളിലെ മറ്റേ കൗൺസിലർ, മമതാ ബാനർജിയുടെ ഒരു നേതാവ് കൗൺസിലർ ആൾക്കാരുടെ വീട് കൊടുക്കാമെന്നും പറഞ്ഞ് പൈസ തട്ടിച്ചു വന്നപ്പോൾ അയാൾ ഒരു ഒഴിവസ്ത്രമില്ലാതെ ഓടിപ്പോണ കണ്ടില്ലേ? അതേപോലെ ഒഴിച്ചിട്ട് അടിക്കേണ്ടതാണ് ഇവനെയൊക്കെ. ഇയാളിങ്ങനെ പറയുമ്പോൾ മാധ്യമപ്രവർത്തകൻ പറയുന്നുണ്ട് ചുറ്റും നിൽക്കുന്ന ബാക്കി പാറ്റകൾ മനസ്സിലായി കൈവിട്ടു പോയിന്ന്. അപ്പോൾ അവരിങ്ങനെ അയാളെ അകത്തേക്ക് കൊണ്ടുപോകും. അപ്പോഴാണ് മാധ്യമപ്രവർത്തകൻ പറയുന്നത് പാറ്റകളുടെ തനി സ്വരൂപം പുറത്തായി. ഇതാണ് പാറ്റകൾ. ഇത് ജൻസിയൊന്നും അല്ല. അത് ഭാരതത്തിനെ നശിപ്പിക്കാനായിട്ട് പലവൻ്റെ കാശും മേടിച്ച് അവരുടെ വിറകുവെട്ടികളും വെള്ളം കോരികളായിട്ട് നടക്കുന്ന കുറേ അധമന്മാരായ എന്താണെന്ന് പറയുക, വൃത്തികെട്ടവന്മാരാണ് അതിൻ്റെ പുറകുള്ളത്. അത് ഈ പാവപ്പെട്ട പിള്ളേരെ അതിന് വേണ്ടിയിട്ട് തെരുവിൽ ഇറക്കുകയാണ്, അവരുടെ ജീവിതം കളയുകയാണ്. അവരെങ്കിലും പഠിച്ചെങ്കിലും രീതിയിൽ നല്ല കുട്ടികളായിട്ട് വളർന്നവരുണ്ട്. രാജ്യത്തിന് ഉപയോഗപ്രദം അല്ലെങ്കിൽ സമൂഹത്തിന് ഉപയോഗപ്രദമായിട്ട് മാറേണ്ട മനുഷ്യൻ ആ കുട്ടികളുടെ ജീവിതം നശിപ്പിക്കുകയാണ് അവർ. എന്നിട്ടായാലും അമർ ഖാലിദിനെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. നാളെ അവൻ പാകിസ്ഥാൻ്റെ പ്രസിഡന്റിനെ പറയും, ശരിയില്ലേ? അപ്പോൾ ആ നിലയ്ക്കുള്ള ആൾക്കാരാണ് ഇവർ. അല്ലെങ്കിൽ ഇതേപോലെ ഒരു പെൺകുട്ടിയോട് പറയേണ്ട ഉത്തരവാണോ അത്? അതുകൊണ്ട് അയാൾക്ക് തന്നെ അറിയില്ല എന്താണ് ഈ സമരം, എന്തിനു വേണ്ടിയാണ് സമരം, എന്താണ് ഈ പാറ്റ, ഒന്നും അറിയില്ല. കുറേ പിള്ളേരെ ഇറക്കണമെന്ന് മാത്രം അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അത് മൂക്കുത്തി വീണത്. 12 മണിയായപ്പോൾ പറഞ്ഞു ഇനിയും വരും, 5 മണി വരെ സമയമുണ്ടല്ലോ. മറ്റാര് വന്നു? എറണാകുളം മറൈൻ ഡ്രൈവിൽ ഈ പരിപാടി നടത്താൻ നോക്കി, ആരും വന്നില്ല. കുറച്ച് ദിവസം മുമ്പ് ബാംഗ്ലൂർ നടത്തിയിട്ട് വന്നത് വലിയൊരു മഹാസംഖ്യ, 7 പേര് വന്നു എന്നാണ് കേട്ടത്. ഡൽഹിയിൽ വലിയ സംഭവങ്ങൾ. ഇവർ വിചാരിച്ചത് ഗവൺമെൻറ് വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി പോലീസിനെയൊക്കെ ഇറക്കിയിട്ട് ഇവരെ തല്ലിച്ചതക്കി അങ്ങനെ വലിയൊരു സംഭവമൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചത്. ഡൽഹിയിലെ നിയമപ്രകാരം 7 ദിവസം മുമ്പ് പോലീസിൻ്റെ പെർമിഷൻ മേടിക്കണം. ആ പെർമിഷൻ ഇവർ മേടിച്ചിട്ടില്ല. തലേ ദിവസം ചെന്നാൽ ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞു നിങ്ങൾ നടത്തിക്കോളാൻ പറഞ്ഞു. ഗവൺമെൻറ് ഇവരാഗ്രഹിച്ച രക്തസാക്ഷി പരിവേഷണം കിട്ടാനാണ്. ഒരടി കൊണ്ടു, അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് ഉണ്ടായി, ഷൂട്ടപ്പണ്ടേ കുറച്ച് പേര് മരിക്കുമെന്ന് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു പ്രതീക്ഷിച്ചു. അതൊന്നും നടക്കണില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഒമർ ഖാലിദ് തന്നെ ശരണം. എന്നിട്ട് പാവപ്പെട്ട മാധ്യമ പ്രവർത്തകരെന്നെ കിട്ടുകയറിയാം. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെക്കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.